സല്യൂട്ട് ഭാരത്. നമ്മളോടൊപ്പം ഉള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഹരികുമാർ സാറാണ്. സാർ, സല്യൂട്ട് ഭാരതിലേക്ക് സ്വാഗതം. നന്ദി എന്നെ ഈ പരിപാടിക്ക് ക്ഷണിച്ചതിന്. നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വന്നു കഴിഞ്ഞു. കേരളം, തമിഴ്നാട്, ബംഗാൾ, പുതുച്ചേരി, അസം. ഏറ്റവും വലിയ എന്താ പറയുക, വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന രണ്ട് ഫലങ്ങൾ, ഒന്ന് ബംഗാളും തമിഴ്നാടും അതോടൊപ്പം കേരളവുമാണ്. പ്രതീക്ഷയ്ക്കപ്പുറം, നമ്മൾ കണക്കൂട്ടിയതിലപ്പുറം എന്തെങ്കിലുമൊക്കെ അവിടെ സംഭവിച്ചിട്ടുണ്ടോ? ഇപ്പൊ ബംഗാളിൽ NDA അധികാരത്തിലേക്ക് എത്തും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു. ഏറ്റവും വലിയ സർപ്രൈസ് പാക്കേജ് ഉണ്ടായത് തമിഴ്നാട്ടിലാണെന്ന് തോന്നുന്നു. അവിടെ വിജയ് നമ്മൾ ആ പ്രതീക്ഷയ്ക്കപ്പുറം മുന്നേറുന്നു എന്നുള്ള കാഴ്ചകളാണ് കാണുന്നത്. സാർ എങ്ങനെ വിലയിരുത്തുന്നത്? ബംഗാളിൽ ചരിത്രപരമായ ഒരു വിജയത്തിലേക്ക് BJP അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോൾ BJPക്ക് 184 സീറ്റിൽ BJP ലീഡ് ചെയ്യുകയാണ്. കഷ്ടിച്ച് 110-ൽ താഴെ ഏതാണ്ട് 105ഓളം സീറ്റുകളിൽ മാത്രമാണ് തൃണമൂൽ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നത്. ചില മലയാള മാധ്യമങ്ങളൊക്കെ ഇടയ്ക്ക് പ്രചരിപ്പിച്ചതുപോലെ CPM ബംഗാളിൽ തിരിച്ചു വരുന്നൊന്നുമില്ല. ഒരു സീറ്റ് ലീഡ് ചെയ്യുന്നുണ്ട്, കോൺഗ്രസും 1-2 സീറ്റിൽ ലീഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് അവിടുത്തെ അവസ്ഥ. അതിനൊരു വലിയ പ്രത്യേകതയുണ്ട്. 1975 ശേഷം ആദ്യമായിട്ടാണ് കേന്ദ്രവും ബംഗാളും ഒരേ പാർട്ടി ഭരിക്കാൻ പോകുന്നത്. പണ്ട് അടിയന്തരാവസ്ഥയ്ക്ക് തൊട്ടു മുമ്പ് സിദ്ധാർത്ഥ ശങ്കർ റേ ബംഗാൾ മുഖ്യമന്ത്രിയായി. സിദ്ധാർത്ഥ ശങ്കർ റേ കോൺഗ്രസിന്റെ ഒരു മുതിർന്ന നേതാവും സുപ്രീം കോടതിയിലെ അന്നത്തെ കാലത്തെ ഏറ്റവും മികച്ച അഭിഭാഷകരിൽ ഒരാളുമായി. അദ്ദേഹം പക്ഷേ ഒരു അടിച്ചമർത്തൽ ഭരണമായിരുന്നു അവിടെ നടത്തിയത്. അങ്ങനെ അതാണ് യഥാർത്ഥത്തിൽ CPM-ന് അവിടെ വളരാനുള്ള വളം കൊടുത്തത്. പിന്നീട് ഒരിക്കലും ബംഗാളിൽ ഭരിക്കുന്ന പാർട്ടി കേന്ദ്രത്തിൽ ഭരിക്കുന്ന പാർട്ടി ആയിരുന്നില്ല. ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും നരസിംഹറാവും ഒക്കെ ഭരിച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ ഒന്നാം UPA, രണ്ടാം UPA സർക്കാരൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് CPM ആണ്. ആദ്യം ജ്യോതി ബസു, പിന്നെ ബുദ്ധദേവ് ഭട്ടാചാരി. പിന്നീട് BJP, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നപ്പോഴേക്കും CPM-നെ ഭരണത്തിൽ നിന്നും തുടച്ചു മാറ്റി മമതാ ബാനർജി അവിടെ അധികാരത്തിലെത്തി, തൃണമൂൽ കോൺഗ്രസ്. ഈ രണ്ട് പാർട്ടികൾക്കും, CPM-നാവട്ടെ മമതയ്ക്കാവട്ടെ, ഇവർ രണ്ടും അധികാരത്തിലേറിയത് ഈ ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാരുടെ ചിറകിലേറിയാണ് അധികാരത്തിൽ ഏറിയത്. ആ നയത്തിനുള്ള ഒരു കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ ബംഗാളിൽ സംഭവിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് 11 മണി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഉള്ള ലീഡ് നിർണായകമായ ലീഡാണ്. ഞാൻ രാവിലെ ബംഗാളിന്റെ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയുടെ പത്രസമ്മേളനം കാണുമ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മൾ മുന്നിട്ട് നിൽക്കുകയാണ്, പക്ഷേ 11 മണിക്ക് ശേഷം മാത്രമേ ഞാൻ സംസാരിക്കൂ, അപ്പോഴൊക്കെ നിർണായകമായ നിലയിലേക്ക് വോട്ടെണ്ണൽ പുരോഗമിക്കുള്ളൂ, അതുവരെ സംസാരിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ ഇപ്പോൾ 11 മണി കഴിഞ്ഞിരിക്കുന്നു, വോട്ടെണ്ണൽ അതീവ നിർണായകമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. മമതാ ബാനർജി പിന്നിട്ട് നിൽക്കുകയാണ്. ഭവാനിപ്പൂർ മണ്ഡലത്തിൽ മമതാ ബാനർജി സുവേന്ദു അധികാരിയുടെ പിന്നിലാണ്. സുവേന്ദു അധികാരി ആകട്ടെ താൻ മത്സരിക്കുന്ന 2 സീറ്റുകളിലും, ഭവാനിപ്പൂറിലും അതുപോലെ തന്നെ നന്ദിഗ്രാമിലും, രണ്ടിടത്തും അദ്ദേഹം ലീഡ് ചെയ്യുകയാണ്. ഇവിടെ കൊൽക്കത്ത എന്ന നഗരം, അവിടെ ആ നഗരം എന്ന് പറയുന്നത് വലിയൊരു മെട്രോപൊളിറ്റൻ ഏരിയയാണ്. ഇപ്പൊ ബോംബെയോ ഡൽഹിയോ ഒക്കെ പോലെ. ഒരു കാലഘട്ടത്തിൽ ബോംബെയെക്കാളിലും ഡൽഹിയെക്കാളിലും വലിയ നഗരമായിരുന്നു കൊൽക്കത്ത. ആദ്യം ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയായിരുന്നു. ഇന്ത്യയിലെ 1960-കൾ വരെ ഇന്ത്യയിലെ ഏറ്റവും വികസിതമായ സംസ്ഥാനമായിരുന്നു. പെർ ക്യാപിറ്റ GDP ബംഗാളിനായിരുന്നു ഏറ്റവും കൂടുതലെന്ന് ഞാനിപ്പോൾ പറയുമ്പോൾ ആരെങ്കിലും വിശ്വസിക്കുമോ? എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ചെറുപ്പത്തിൽ ബംഗാളിനെ കുറിച്ച് പറയുമ്പോൾ മലയാളികളുടെ ഒക്കെ മനസ്സിൽ അത് പിന്നെ വലിയ സംസ്കാര സമ്പന്നരുടെയും ഇന്ത്യയെ നയിച്ച ആൾക്കാരുടെയും നാടായിരുന്നു. സ്വാമി വിവേകാനന്ദൻ, അതുപോലെ തന്നെ ശ്രീരാമകൃഷ്ണ പരമഹംസൻ, സുഭാഷ് ചന്ദ്രബോസ്, അരബിന്ദോ ഘോഷ്, ഇന്ത്യയിൽ നിന്നും പ്രഗത്ഭരായ ശാസ്ത്രജ്ഞന്മാര്, സത്യേന്ദ്രനാഥ ബോസ്, എണ്ണിയാൽ ഒടുങ്ങാത്ത ആൾക്കാർ ഇന്ത്യയെ നയിച്ചവരുടെ നാടായിരുന്നു. അത് കഴിഞ്ഞ് ഇന്ന് ബംഗാളി എന്ന് പറഞ്ഞാൽ കൂലിപ്പണി ചെയ്യുന്ന ആളെന്നാണ് അർത്ഥം. ഇന്ന് കേരളത്തിൽ വന്ന് കൂലിപ്പണി ചെയ്യുന്ന എല്ലാവരെയും ബംഗാളി എന്നുള്ള ഒറ്റ വാക്കിലാണ് അറിയപ്പെടുന്നത്. അത് ബീഹാറിൽ നിന്നായാലും ആസാമിൽ നിന്നായാലും ജാർഖണ്ഡിൽ നിന്നായാലും ഒഡീഷയിൽ നിന്നായാലും നമ്മളിവിടെ കേരളത്തിൽ അവരെ വിളിക്കുന്നത് ബംഗാളി എന്ന്. അപ്പം നമുക്കറിയാം, ബംഗാളിലെ ഗവർണറായിട്ട് കേരളത്തിൽ നിന്ന് പോയ CV ആനന്ദബോസ്, അദ്ദേഹം പറഞ്ഞു, എൻ്റെ അച്ഛൻ എൻ്റെ പേര് ബോസ് എന്നിട്ടത് സുഭാഷ് ചന്ദ്രബോസിനോടുള്ള ആരാധന കൊണ്ടാണ്. അത്രമാത്രം
ഇന്ത്യ മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന സംസ്ഥാനമാണ് ബംഗാൾ. ആ ബംഗാളിനെ തകർത്ത് തരിപ്പണമാക്കിയ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ആദ്യം, അതിനുശേഷം അവിടെ അവരുടെ നയത്തെ അതിൻ്റെ ഇരട്ടി ശക്തിയോടുകൂടി നുഴഞ്ഞുകയറ്റക്കാർക്കും ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാർക്ക് റേഷൻ കാർഡും അതുപോലെ ആധാർ കാർഡും ഒക്കെ കൊടുത്ത് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർത്ത് അവരുടെ സഹായത്തോടുകൂടി ഇലക്ഷനെ ജയിച്ചിരുന്ന ജ്യോതി ബസു ആകട്ടെ, ബുദ്ധദേവ് ഭട്ടാചാര്യ ആകട്ടെ, അതിനുശേഷം ഇപ്പോൾ മമതാ ബാനർജി ആകട്ടെ, ഇവര് എല്ലാം തന്നെ ഒരേ നിലപാടുകളിലാണ്. അവരുടെ വിജയമൊക്കെ തന്നെ ഈ നുഴഞ്ഞുകയറ്റക്കാരുടെ സഹായത്തോടു കൂടിയാണ്. ഇപ്പൊ ബംഗ്ലാദേശിൽ ഭയങ്കര പേടിയാണ്. ഇന്നലെ ബംഗ്ലാദേശിന്റെ പാർലമെന്റിൽ നാഷണൽ സിറ്റിസൺസ് പാർട്ടി, അതായത് അവിടുത്തെ ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലൂടെ അധികാരത്തിൽ വന്ന ഒരു ഗ്രൂപ്പാണ് നാഷണൽ സിറ്റിസൺസ് പാർട്ടി. ഇവിടുത്തെ NCP അല്ല, അവിടുത്തെ NCP. ആ NCPയുടെ ഒരു MP ഒരു പ്രസ്താവന ഇറക്കി. ആ പ്രസ്താവന BJP ബംഗാളിൽ അധികാരത്തിൽ വരാൻ പോവുകയാണ്, അവർക്ക് പോലും കാറ്റ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അവർക്ക് പോലും അറിയാം. അങ്ങനെ വന്നാൽ ഇവിടെ വലിയ ബുദ്ധിമുട്ടാവും നമുക്ക്. കാരണം ബംഗ്ലാദേശിൽ നിന്നും ബംഗാളിലെത്തി തൊഴിലെടുക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്, അവരൊക്കെ തിരിച്ചു വരും. തിരിച്ചു വന്നാൽ അവർക്ക് തൊഴിൽ കൊടുക്കാൻ ബംഗ്ലാദേശിലുണ്ടോ? ഈ ചോദ്യം അവിടുത്തെ പാർലമെന്റിൽ മുഴങ്ങി കേട്ടു. അതായത് ചില ആൾക്കാർ നമ്മുടെ നാട്ടിൽ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ്. അവർ കണ്ണടച്ചതുകൊണ്ട് ലോകം ഇരുട്ടായി. ഇപ്പോഴും ലോകത്തിന് സത്യമറിയാം. ഈ ബംഗ്ലാദേശുമായുള്ള ബംഗാളിന്റെ അതിർത്തി ജില്ലകളിൽ BJP വലിയ മുന്നേറ്റമാണ് നടത്തുന്നത്. മുസ്ലിം ഭൂരിപക്ഷ ജില്ലയായ മുർഷിദാബാദിൽ BJP വൻ മുന്നേറ്റം നടത്തുന്നു. 6 സീറ്റുകളിലോളം BJP മുന്നിട്ട് നിൽക്കുകയാണെന്നാണ് ഏറ്റവും ഒടുവിലത്തെ വാർത്തകൾ സൂചിപ്പിക്കുന്നത്. അതായത് 60%-ത്തിലധികം മുസ്ലിം വോട്ടുള്ള മണ്ഡലത്തിൽ പോലും BJP മുന്നിട്ട് നിൽക്കുന്നു. അതിന് വേറൊരു തലവും കൂടി ഉണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് തദ്ദേശീയരായ മുസ്ലിങ്ങൾക്ക്, ഒറിജിനൽ ഇന്ത്യൻ ബംഗാളിൽ ജനിച്ചു വളർന്ന മുസ്ലിങ്ങൾക്ക് ഈ നുഴഞ്ഞുകയറ്റക്കാരായ ബംഗ്ലാദേശികൾ അവർക്കും ഭീഷണിയാണ്. കാരണം അവരുടെ പല അവസരങ്ങളും ഇവർ തട്ടിയെടുക്കുക. ഇത് ആസാമിൽ നടക്കുന്നു. അതായത് ഒറിജിനൽ ആസാമീസ് ഭാഷ സംസാരിക്കുന്ന ഒറിജിനൽ ആസാമീസ് ആയിട്ടുള്ള മുസ്ലിങ്ങളുണ്ട്, അവർ യഥാർത്ഥ ഇന്ത്യക്കാരാണ്. അവർക്ക് ബുദ്ധിമുട്ടാണ് ഈ നുഴഞ്ഞുകയറ്റക്കാർ. എനിക്ക് ധാരാളം സുഹൃത്തുക്കൾ ആസാമിലുണ്ട്. ഇപ്പൊ ലോവർ ആസാമിലാണ് ഈ നുഴഞ്ഞുകയറ്റം ഏറ്റവും നടക്കുന്നത്. അവിടെ ധൂബ്രി എന്നൊരു ജില്ലയുണ്ട്. ആ ധൂബ്രിയിൽ നിന്നുള്ള അവിടുത്തെ ഫോറസ്റ്റിൽ ജോലി ചെയ്യുന്ന ഒരു ഇൻസ്പെക്ടർ എന്നോട് പറഞ്ഞു, രാവിലെ നിങ്ങൾ വീട്ടിൽ നിന്നും എഴുന്നേറ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം സർക്കാരിന്റെ സ്ഥലത്ത് വലിയൊരു ടെന്റ് വന്നിരിക്കുന്നു. അവിടെ 100-200 ആൾക്കാർ തമ്പടിച്ചിരിക്കുന്നു. ഇവിടെ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി പോലെയല്ല. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി എന്ന് പറഞ്ഞ ഒരു ആസാമിലാണെങ്കിൽ അത് ബ്രഹ്മപുത്രയാണ്. ആ ബ്രഹ്മപുത്രയിൽ വേലി കിട്ടുക എന്നുള്ളത് പ്രായോഗികമായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ അവർക്ക് പരസ്പരം തിരിച്ചറിയാം. കാരണം ഇവർ സംസാരിക്കുന്ന ഭാഷയിൽ ഇപ്പൊ ബംഗ്ലാദേശിലെ ബംഗാളിയും ബംഗാളിലെ ബംഗാളിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പൊ കേരളത്തിലുള്ള തെക്കൻ കേരളത്തിലുള്ള ആൾക്കാർക്കറിയാം, വടക്കൻ കേരളത്തിൽ നിന്ന് ഒരാൾ വന്നാൽ അയാൾ തെക്കൻ കേരളത്തിലുള്ള ആളല്ല. രണ്ടുപേരും മലയാളമാണ് സംസാരിക്കുന്നത്. പക്ഷെ ആ സ്ലാങ്ങിൽ വ്യത്യാസം. ആ സ്ലാങ് വ്യത്യാസത്തിൽ പിന്നെ പശ്ചിമ ബംഗാളിലുള്ളവർക്കും ആസാമിലുള്ളവർക്കും തിരിച്ചറിയാം. അപ്പോ ഈ ഒരു നുഴഞ്ഞുകയറ്റത്തെ പ്രോത്സാഹിപ്പിച്ച് ഈ 2 സംസ്ഥാനങ്ങളിലും അവിടുത്തെ ക്രമസമാധാനവും അവിടുത്തെ സംസ്കാരവും അവിടുത്തെ ജീവിതവും എല്ലാം തകിടം മറിച്ച, വോട്ടിന് വേണ്ടി തകിടം മറിച്ച സർക്കാരുകളുടെയൊക്കെയുള്ള തിരിച്ചടിയാണ് ഈ 2 സംസ്ഥാനങ്ങളിലും BJPയുടെ ഉജ്ജ്വല വിജയം. ആസാമിൽ BJP ഇപ്രാവശ്യം ഒറ്റയ്ക്ക്, അതായത് സഖ്യകക്ഷികളുണ്ട് അവിടെ, ബോഡോ പാർട്ടിയൊക്കെ ഉണ്ട്. പക്ഷെ BJPക്ക് ഒറ്റയ്ക്ക് ഇപ്രാവശ്യം 70-ലധികം സീറ്റ് ലീഡ് ചെയ്യുക. മൊത്തത്തിൽ BJP ഏതാണ്ട് 90, നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് 95-ലധികം സീറ്റിൽ ലീഡ് ചെയ്തു. ബംഗാളിൽ പിന്നെ ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത് കൂടുതൽ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെ അവിടുത്തെ സാമൂഹിക യാഥാർത്ഥ്യങ്ങളുടെ പ്രതിഫലനം. ഇതിനിടയ്ക്ക് ചില ആൾക്കാർ ഒരു സംശയം പ്രകടിപ്പിച്ചിരുന്നു. അതായത് ബംഗാളിൽ SIR നടപ്പാക്കിയപ്പോൾ, SIR എന്ന സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ നടപ്പാക്കിയപ്പോൾ ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥികളായി എത്തിയ ഹിന്ദുക്കളുണ്ട്. അത് 2 സമുദായങ്ങളാണ് അവിടെ കൂടുതൽ. ഒന്ന് മാട്ടുവ എന്ന് പറയും, 2 രാജ്ബോൻസി എന്ന് പറയും. അങ്ങനെ 2 സമുദായങ്ങൾ. മാട്ടുവകൾ പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്നവരാണ്. രാജ്ബോൻസികൾ പിന്നോക്ക സമുദായം. ഇവരിൽ ചിലരുടെയും വോട്ട് നഷ്ടപ്പെട്ടിരുന്നു. കാരണം SIRൽ അവരുടെ ചിലരുടെ വോട്ട് നഷ്ടപ്പെട്ടു. കൂടുതലും ബഹുഭൂരിപക്ഷം ബംഗ്ലാദേശിൽ നിന്നും നുഴഞ്ഞു കയറിയ ആൾക്കാരുടെ മുസ്ലിങ്ങളുടെ വോട്ടാണ് നഷ്ടപ്പെട്ടതെങ്കിലും ചില മാട്ടുവകളുടെയും ചില രാജ്ബോൻസികളുടെയും വോട്ട് നഷ്ടപ്പെട്ടു. ഇത് ഈ 2 സമുദായങ്ങളിൽ ഈ കഴിഞ്ഞ
ഒരു 10 വർഷമായിട്ട് BJP-യെ പിന്തുണച്ചിരുന്നത് ഇവരാണ്. ഉം. ഇതോടുകൂടി ഇവരുടെ പിന്തുണ ഇല്ലാതാകും എന്നൊരു ഭീതി ഉണ്ടായിരുന്നു. പക്ഷെ BJP അവിടെ പോയി അത് അഡ്രസ്സ് ചെയ്യും. അതായത് അവരിൽ പലർക്കും വോട്ടിങ് തിരിച്ചു കിട്ടി. ഇനി ആർക്കെങ്കിലും തിരിച്ചു കിട്ടാനുണ്ടെങ്കിലും നിങ്ങളുടെ പൗരത്വം നഷ്ടപ്പെടില്ല എന്നും CAA അനുസരിച്ച് പൗരത്വ റിവിഷൻ ഉടൻ ഉണ്ടാകുന്നു. അപ്പോൾ നിങ്ങൾക്ക് 100% ഇന്ത്യൻ പൗരത്വം നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള ഉറപ്പിന്മേൽ അവർ BJP-യോട് ഒപ്പം നിന്നു എന്ന് വേണം ഇപ്പോഴത്തെ റിസൾട്ട് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സർ, ഒരു കാര്യം മാട്ടുവ ഒരു എന്ന കാര്യം സമുദായം ചോദിച്ചോളൂ. ഒരു കാര്യം കൂടി, ഇത് റിസൾട്ട് നമ്മൾ അസമിലും ബംഗാളിലും കൂടി പൊതുവിൽ വിലയിരുത്തുമ്പോൾ മറ്റൊരു കാര്യം കൂടി നമുക്ക് അടിവരയിട്ട് പറയേണ്ടത്, ഈ പ്രാദേശിക വാദത്തിൽ ഉറച്ചു നിൽക്കുന്ന ചില പ്രാദേശിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രസക്തി പോലും ഇല്ലാതാകുന്നു എന്ന് പറയേണ്ടി വരില്ല. കാര്യം മമതാ ബാനർജി ഇനി എത്രത്തോളം ദേശീയ രാഷ്ട്രീയത്തിൽ പ്രസക്തയാണ്, അതേപോലെ അസമിലെ സാഹചര്യവും അവിടെയും BJP ഒറ്റകക്ഷിയായിട്ട് വരുന്നു, അതിനെങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? ഇത് ബംഗാളിൽ പ്രത്യേകിച്ചും പ്രസക്തമാണ്. എന്തെന്നാൽ മമതാ ബാനർജി ബംഗാളികളും പുറത്തു നിന്നുള്ളവരും തമ്മിലുള്ള മത്സരം എന്നാണ് BJP ആയിട്ടുള്ള മത്സരത്തെ വിശേഷിപ്പിച്ചത്. അതിന് BJP കൃത്യമായി മറുപടി കൊടുത്തു. BJP-യുടെ പൂർവ്വരൂപമായ ജനസംഘം എന്ന പാർട്ടി സ്ഥാപിച്ചത് ശ്യാമപ്രസാദ് മുഖർജി എന്ന ബംഗാളിയാണ്. അപ്പോ BJP പുറത്തു നിന്നുള്ളവരുടെ പാർട്ടിയല്ല, BJP ഉത്തരേന്ത്യൻ പാർട്ടിയല്ല. അതൊക്കെ പരിപ്രേക്ഷ്യങ്ങൾ, നാറേറ്റീവ്സ് ഉണ്ടാക്കുന്നു. ബംഗാളിൽ ഒരു മഹാനായ ഒരു ബംഗാളി നേതാവ് രൂപം കൊടുത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഇവിടെ ബംഗാളി സംസ്കാരവും വടക്കേ ഇന്ത്യൻ സംസ്കാരവും ഹിന്ദിയും ബംഗാളിയും ഇങ്ങനെ ഒരു സംഘർഷം സൃഷ്ടിച്ചിട്ട് ഈ സംഘർഷത്തിലൂടെ മുതലെടുത്ത് അധികാരം നിലനിർത്താമെന്നാണ് മമതാ ബാനർജി കരുതിയത്. അത് പാടെ തെറ്റായിപ്പോയി എന്ന് ഇപ്പോഴത്തെ സൂചനകൾ നമ്മളോട് പറയുന്നു. അത് പ്രത്യേകിച്ച് റൂറൽ ബംഗാളിലല്ല ഇത്തരം പരിപ്രേക്ഷ്യങ്ങൾ നിലനിൽക്കുന്നത്. അത് കൊൽക്കത്ത പോലുള്ള നഗരങ്ങളിൽ അവിടെ ജാതിയേക്കാളും ഉപരി ക്ലാസ്സാണ്. കൊൽക്കത്തയിൽ ഭദ്രലോകം വേഴ്സസ് അതേഴ്സ് എന്നാണ്. ഭദ്രലോകം എന്ന് പറഞ്ഞാൽ പല ജാതികളിലെയും വിദ്യാസമ്പന്നർ ചേരുന്ന ഒരു കൂട്ടായ്മയാണ്, ഹിന്ദുക്കൾ. അപ്പോൾ ഈ ഭദ്രലോക് എപ്പോഴും ബംഗാളി സംസ്കാരത്തിന്റെ ഉപജ്ഞാതാക്കളാണ്. ബംഗാളി സംസ്കാരം, ബംഗാളി ഭാഷ, അവര് തമിഴ് പോലെ ബംഗാളിയെ വലിയ സ്നേഹിക്കുന്നവരാണ്. ഒരുപക്ഷെ ഹിന്ദി കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭാഷയാണ് ബംഗാളി. ഇന്ത്യയിലും ബംഗ്ലാദേശിലും ത്രിപുരയിലും ആസാമിലും ഇതൊക്കെ ബംഗാളി സംസാരിക്കുകയാണ്. ബംഗാളി ഭാഷ അസാമീസുമായിട്ടും ഒഡിയായുമായിട്ടും വലിയ സാമ്യമുണ്ട്. ആസാമീസ് സംസാരിക്കുന്നവർക്ക് ബംഗാളി കേട്ടാൽ മനസ്സിലാകും. നമുക്ക് തമിഴ് പഠിച്ചിട്ടില്ലെങ്കിൽ ഒരു മലയാളിക്ക് തമിഴ് കേട്ടാൽ മനസ്സിലാകുന്നത് പോലെ ആസാമീസ് ഭാഷ സംസാരിക്കുന്ന ഒറിജിനൽ ആസാമീസിന് ബംഗാളി ഭാഷ കേട്ടാൽ അവർക്ക് തിരിച്ചറിയും. അതുപോലെ തന്നെയാണ് ഒഡീഷക്കാർ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന ഇത്തരം പരിപ്രേക്ഷ്യങ്ങൾ, ഇത്തരം ഭാഷയുടെയും സംസ്കാരത്തിന്റെയും അല്ലെങ്കിൽ ആരാധനാ സമ്പ്രദായം, അവർ പറയും നിങ്ങൾ ശ്രീരാമനെ ആരാധിക്കുന്നു, ഞങ്ങൾ കാളിയെ ആരാധിക്കുന്നു, നിങ്ങൾ നോൺ വെജ് കഴിക്കുന്നില്ല. ബംഗാളിൽ ബ്രാഹ്മണർ തൊട്ടുള്ളവർ നോൺ വെജ് കഴിക്കും. ഹിൽസ എന്ന മത്സ്യമാണ് ബംഗാളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭവം. അവിടെ അവിടുത്തെ പൂജാവേളകളിലൊക്കെ തന്നെ ഈ ഹിൽസ മത്സ്യം അവർ പാചകം ചെയ്യാറുണ്ട്. കാളിദേവി അവിടെ ഇന്ത്യയുടെ പൊതുവുള്ള ഹിന്ദു ആരാധനാ സമ്പ്രദായങ്ങളെ നമുക്ക് വൈഷ്ണവം, അതുപോലെ ശൈവം, ശാക്തേയം എന്നിങ്ങനെ ഒക്കെ വേർതിരിക്കാം. അതിൽ ശാക്തേയ സമ്പ്രദായമാണ് ബംഗാളിൽ. ശാക്തേയം എന്നാൽ ദേവിയെ ആരാധിക്കുന്നവർ, മഹാകാളിയാണ് അവിടെ ആരാധിക്കുന്നത്. ആ കാളിയെ ആരാധിക്കുന്ന സംസ്കാരം ബംഗാൾ മാത്രമല്ല നേപ്പാളിലും അത് തന്നെ. അവിടെ ഗധിമ എന്ന പേരിൽ അറിയപ്പെടുന്നു. അങ്ങനെ ഒരു സംസ്കാരം നിലനിൽക്കുന്നിടത്ത് അവിടെ നോർത്ത് ഇന്ത്യ ആധിപത്യം വന്നാൽ ബംഗാളിൽ മത്സ്യവും മാംസവും ഒക്കെ നിരോധിക്കുമെന്നും ഇനി ബംഗാളിക്ക് ഹിൽസ കഴിക്കാൻ പറ്റില്ല എന്നുമൊക്കെയുള്ള കുപ്രചരണങ്ങളാണ് മമതാ ബാനർജി അഴിച്ചുവിട്ടത്. പക്ഷേ BJP-യുടെ സമ്മേളനങ്ങളിൽ പലതും ഹിൽസ മത്സ്യം വിളമ്പിയിട്ടാണ് BJP അതിന് മറുപടി കൊടുത്തത്. അപ്പോൾ BJP-ക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു നിർബന്ധ ബുദ്ധിയൊന്നുമില്ല വെജിറ്റേറിയൻ കഴിക്കണമെന്ന്. നോർത്ത് ഇന്ത്യയിൽ അതാണ് താല്പര്യമെങ്കിൽ ഗുജറാത്തിൽ വെജിറ്റേറിയനിസം ആണെങ്കിൽ അവരത് കഴിക്കട്ടെ, ബംഗാളിൽ നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ അവരത് കഴിക്കട്ടെ എന്നൊരു സമീപനമാണ് ബംഗാളിൽ BJP സ്വീകരിച്ചത്. പ്രേമലാൽ എന്തോ ചോദിക്കാൻ വന്നു? അതായത് നമ്മുടെ ഈ ബംഗ്ലാദേശ്, നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ബംഗ്ലാദേശ് എടുത്ത ഒരു സമീപനം നമുക്കറിയാം. അപ്പോൾ കൃത്യമായ മറുപടി അപ്പോൾ കൊടുത്തത് അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ ആയിരുന്നു. അപ്പോ ഈ ബംഗ്ലാദേശുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ബംഗാൾ ഒഴിച്ച് ബാക്കിയെല്ലാം BJP അല്ലെങ്കിൽ LDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ്. ഇപ്പോൾ ബംഗാളും BJP പക്ഷത്തേക്ക് പോകുന്നു. അത് അപ്പൊ ആ ഒരു മാറ്റം എത്രത്തോളം നിർണായകമാണ്? തീർച്ചയായിട്ടും ഇതോടുകൂടി ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റത്തിന് അവസാനമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നുഴഞ്ഞു കയറിയാൽ മാത്രം പോരല്ലോ, അവർക്ക് ഇന്ത്യയിൽ വരുമ്പോൾ അവർക്ക് ഈ പറയുന്ന വ്യാജ ആധാർ കാർഡ് കിട്ടണം, വ്യാജ വോട്ടർ ID കാർഡ് കിട്ടണം,
വ്യാജ റേഷൻ കാർഡ് കിട്ടണം. ഇതൊക്കെ 5000 രൂപയെ ചെലവുള്ളൂ. അങ്ങനെയാണ് പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് 4 ബംഗ്ലാദേശ് സ്ത്രീകളെ അറസ്റ്റ് ചെയ്തു. അവര് തിരുമല കേന്ദ്രങ്ങളിൽ തിരുമുന്ന ആൾക്കാരായിരുന്നു. ഈ 4 പേരും ഇവിടെ എത്തിയത് ഇവരുടെ എല്ലാം കയ്യിൽ വ്യാജ ഐഡന്റിറ്റി കാർഡുകൾ ഉണ്ടായിരുന്നു. എനിക്കറിയാം പല ആൾക്കാരും, ഞാൻ ഗൾഫിൽ പത്രപ്രവർത്തകനായിരുന്ന കാലത്ത് നമുക്ക് പല ജോലിയൊക്കെ ചെയ്യുന്ന, ചെറിയ ജോലികൾ ചെയ്യുന്ന ബംഗ്ലാദേശികളുണ്ട്. അപ്പോൾ അവർ ചിലരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവർ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്, കേരളത്തിൽ വന്ന് ജോലി ചെയ്തിട്ടുണ്ടെന്ന് ഒരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. അയാൾ ഇവിടെ വന്നു ജോലി ചെയ്ത് അയാൾ തിരിച്ചു പോയി, അയാൾ ഗൾഫിലാണ് ഇപ്പോഴെന്ന് അയാൾ. പിന്നെ അങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് നേരിട്ട്. ഇതൊന്നും ആരും ഉണ്ടാക്കി വിടുന്ന ഗൂഢാലോചന സിദ്ധാന്തങ്ങളൊന്നുമല്ല. ഇതൊക്കെ പകൽ പോലെ യാഥാർത്ഥ്യങ്ങളാണ്. ഈ കൊച്ചി നഗരത്തിലും പരിസര പ്രദേശത്തുമായിട്ട് ധാക്കയിൽ നിന്നും ഇവിടെ എത്തി മോഷണം നടത്തിയിട്ട് തിരിച്ചു പോകുന്ന ഒരു ഗാങ് 2 വർഷം മുമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പകൽ സമയം അവര് ഈ റാക്ക് പിക്കേഴ്സ് ആയിട്ട്, അതായത് ഈ ആക്രി കച്ചവടക്കാരായിട്ട് നടക്കും. അതിനുശേഷം രാത്രിയിലാകുമ്പോഴത്തേക്ക് ഈ വീടൊക്കെ കണ്ടുവെക്കും, അവിടെ വന്ന് മോഷണം നടത്തും. അവരെ എതിർക്കുന്നവരുടെ തലയ്ക്ക് അവരടിച്ചു. പൊതുവെ മലയാളികളെക്കാൾ ചെറിയ ആൾക്കാരാണ്, അവർക്ക് ആരോഗ്യം കുറച്ച് കുറവാണ്, പക്ഷെ അഗ്രഷൻ ഭയങ്കര കൂടുതലാണ്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് പിച്ചാത്തി എടുക്കും. ഗൾഫിൽ സാധാരണ ഒരു മലയാളിയും ബംഗ്ലാദേശും തമ്മിൽ വഴക്കുണ്ടായാൽ മലയാളിയുടെ മരണം മിക്കവാറും ഉറപ്പാണ്. കാരണം അടുത്ത നിമിഷം ബംഗ്ലാദേശി കത്തിയെടുത്ത് കുത്തിയിരിക്കും. പോലീസ് അറസ്റ്റ് ചെയ്യുമെന്നുള്ളതോ ഒന്നും ഒരു ബംഗ്ലാദേശിക്ക് പ്രശ്നമല്ല. കാരണം ഒരു ബംഗ്ലാദേശിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. ദാരിദ്ര്യത്തിന്റെ കടുത്ത അവസ്ഥയിൽ നിന്നാണ് അവർ വരുന്നത്. അവർക്ക് നിങ്ങൾ 1 റിയാൽ കൊടുത്താൽ നിങ്ങൾ പറയുന്ന എന്തോ ഒരു ചെയ്യും. അത് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിച്ചാൽ പകുതി അശ്ലീലവുമായിരിക്കും. അങ്ങനെ എന്ത് പ്രവൃത്തിയും ചെയ്യാൻ തയ്യാറാണ്. അതൊരു പ്രത്യേക ജനവിഭാഗം. അവര് ഒരുപക്ഷെ അവർ ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തണമെന്നും കരുതി ആവണമെന്നില്ല എല്ലാവരും വരുന്നത്. ചിലർ തൊഴിൽ അന്വേഷിച്ചായിരിക്കും വരുന്നത്. പക്ഷെ അവിടെ തൊഴിൽ അന്വേഷിച്ച് വരുമ്പോൾ പ്രോപ്പറായിട്ട് അവർക്ക് ഇപ്പം ഗൾഫിൽ നമ്മൾ ജോലി അന്വേഷിച്ച് പോകുന്ന പോലെ അവർക്ക് പ്രോപ്പറായിട്ട് ജോബ് കാർഡ് കൊടുത്ത് കൃത്യമായിട്ട് ഇന്ത്യയിൽ ഉണ്ടെന്നുള്ള രേഖകൾ പ്രകാരം ആ ജോലിയുടെ കാലാവധി കഴിയുമ്പോൾ, വിസ കാലാവധി കഴിയുമ്പോൾ തിരിച്ചു പോകുന്ന രീതിയിൽ വേണമെങ്കിൽ ആലോചിക്കാവുന്നതാണ്. അത് ഇന്ത്യ സർക്കാരും ബംഗ്ലാദേശ് സർക്കാരും തമ്മിൽ ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷെ നുഴഞ്ഞു കയറ്റക്കാരെ ലോകത്തിൽ ഒരു രാജ്യവും അംഗീകരിക്കില്ല. അത് അമേരിക്ക ആകട്ടെ, യൂറോപ്പ് ആകട്ടെ. എന്തിന്? ബംഗ്ലാദേശികള് രോഹിംഗ്യകള് അവിടേക്ക് നുഴഞ്ഞു കയറിയതിനെ അവരംഗീകരിക്കുന്നില്ല. ഈ രോഹിംഗ്യകളെ 10 ലക്ഷം രോഹിംഗ്യകൾ അവിടെ താമസിക്കുന്നുണ്ട്. അതൊരു ക്യാമ്പിലാണ്. ആ ക്യാമ്പിന് പുറത്തോട്ട് പോകാൻ അവർക്ക് അധികാരമില്ല. അപ്പോ ബംഗ്ലാദേശികൾക്ക് അങ്ങനെ ചിന്തിക്കാമെങ്കിൽ എന്തുകൊണ്ട് ഇന്ത്യക്ക് ചിന്തിച്ചു കൂട്ടാം? എന്തായാലും ഇതിനൊക്കെ ഒരു അറുതി ഇപ്പൊ വരാൻ പോവുകയാണ്. ഈ വിജയം ഐതിഹാസികമായിരിക്കും, അതുണ്ടാവുകയാണ്. ബംഗാൾ വീണ്ടും അതിന്റെ സമൃദ്ധിയിലേക്ക്, ബംഗാൾ അതിന്റെ ഒരു ഗ്ലോറി, അതായത് നഷ്ടപ്പെട്ടു പോയ ബംഗാളിന്റെ മഹത്വത്തിലേക്ക് 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും ബംഗാൾ എന്തായിരുന്നു, ആ ബംഗാളിലേക്ക് ബംഗാൾ തിരിച്ചു പോകട്ടെ എന്ന് നമുക്ക് ആശിക്കാം. 1960കളിലുമൊക്കെ ബംഗാൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പെർ ക്യാപിറ്റ ഇൻകം ഉണ്ടായിരുന്ന സംസ്ഥാനം എന്നുള്ള ആ പദവി വീണ്ടും ബംഗാളിന് ലഭിക്കട്ടെ. ബംഗാളിൽ ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടട്ടെ. ബംഗാൾ ഒരു പുതിയ അധ്യായം, ഒരു പുതിയ ചരിത്രം. വീണ്ടും ബംഗാൾ ഇന്ത്യയുടെ തലസ്ഥാനമല്ലെങ്കിലും ഒരു 2ാം തലസ്ഥാനം പോലെ വടക്ക് കിഴക്കിന്റെ മുഴുവൻ ആസ്ഥാനമായി മാറട്ടെ. അത് നമുക്കും സന്തോഷപ്രദമാണ്. നമുക്കും കൊൽക്കട്ടയിലൊക്കെ പോകാം. നമുക്കും അവിടെയൊക്കെ സമാധാനപൂർണമായ അന്തരീക്ഷത്തിൽ നിലനിൽക്കട്ടെ. ഇതാണ് എനിക്ക് ഇപ്പോഴത്തെ ഈ ഒരു രാഷ്ട്രീയ മാറ്റത്തിനെ കുറിച്ച് പറയാനുള്ളത്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പൂർണ്ണമായ റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് ഒന്നുകൂടി വിശകലനം ചെയ്യാം. ശരി, നന്ദി.